ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വാങ്ങിച്ച നൈറ്റിയാണ്. മഴയൊക്കെ ആകുമ്പോൾ നൈറ്റി ഇടാൻ ഒരു സുഖമല്ല വൈകുന്നേരമൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് അലോവേര വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആയാൽ കേട്ടോ. ഇങ്ങനെ ഞാനിത് കട്ട് ചെയ്തപ്പം കുറച്ച് ഇങ്ങനെ ആയിപ്പോയതാണ്. അരമണിക്കൂർ മുമ്പ് ഇതാ കുത്തിച്ചാരി വെച്ച് അതിൻ്റെ മഞ്ഞദ്രാവകം മുഴുവനും ഊറിപ്പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോയിട്ട് മാത്രമേ നമ്മുടെ മുഖത്ത് തേക്കാവുള്ളൂ. എപ്പോഴും പറയുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഒരു അരമണിക്കൂർ മുമ്പ് ഇത് കണ്ടോ ഇപ്പോഴും എന്നിട്ട് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. ഇനി ഇത് നല്ല പോലെ നമ്മൾ വാഷ് ചെയ്തിട്ട് രണ്ട് സൈഡും കട്ട് ചെയ്തിട്ട് ഞാൻ മിക്സിയിലൊന്ന് നല്ലപോലെ അത് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തെ പൾപ്പായിട്ട് കിട്ടുമ്പോൾ ചിലപ്പോൾ കട്ടിക്കല്ലേ കിട്ടുന്നത്. അപ്പം മിക്സിയുടെ ജാറിൽ അരച്ചുകൊണ്ട് വരാവേ. അപ്പോൾ ഇപ്പം അലോവേരയൊക്കെ എല്ലായിടത്തും മഴയൊക്കെ പെയ്തപ്പം വീണ്ടും ഇതായിട്ടാണല്ലോ. എൻ്റെ ഇതൊക്കെ നന്നായിട്ട് പോയതായിരുന്നു. ഇപ്പോൾ അത് ഒരു 2-3 മഴയ്ക്ക് നല്ല പോലെ വീണ്ടും നിറച്ച് പൾപ്പൊക്കെ ആയിട്ട് നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ മുഖത്ത് ഇന്ന് ഒരു അലോവേര ഫേഷ്യൽ ചെയ്യാം. നമ്മൾ 2-3 ദിവസമായിട്ട് അരിപ്പൊടിയും അങ്ങനെ ഡ്രൈ ആക്കുന്നത് ഇതൊക്കെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മുഖത്തൊരു സോഫ്റ്റ് ആവാനും മുഖത്തൊരു നല്ല ഒരു ഇതൊക്കെ ആവാനും ഇടയ്ക്ക് നമ്മളിങ്ങനെ അലോവേരയുടെ ഒരു ഫേഷ്യലൊക്കെ ചെയ്യണം. ജെല്ല കയ്യിലുള്ളവരെ ജെല്ലെടുത്തോ കേട്ടോ. അപ്പോൾ ഞാൻ ഫേഷ്യലിനകത്ത് എന്തൊക്കെ വേറെയും കൂടെ ചേർക്കുന്നുണ്ട് നമുക്ക് വഴിയെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ. നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ടൊരു പ്രത്യേക കാര്യം പറയാനുണ്ട്. നമ്മുടെ ഓയില് ഭയങ്കര മിന്നലും ഇടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓയിലിന് നാളെ മുതൽ ഒരു 100 രൂപയും കൂടെ കൂട്ടും കേട്ടോ. നമുക്ക് പറ്റുന്നില്ല അല്ലാതെ, കാരണം നമ്മൾ ഒരുപാട് ഇപ്പോൾ ഉണ്ടാക്കേണ്ടി വരുന്നത് കൊണ്ട് നമുക്കെല്ലാം കൂടെ പറ്റുന്നില്ല. തേങ്ങയുടെ വില കൂടി, വെളിച്ചെണ്ണയുടെ വില കൂടി, വൈറ്റമിൻ ഇയുടെ വില കൂടി, 10 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതിൻ്റെ എല്ലാം വില കൂടി മക്കളെ. അപ്പോൾ നാഗപ്പൂ കോലരക്കിനൊക്കെ നല്ല വിലയായിപ്പോൾ. നമുക്കതിന് മുൻപ് ഇത്രയും വിലയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാത്തിനും വില കൂടി. 100 ഗ്രാമിന് പോലും നല്ല വിലയാണ്. അപ്പോൾ 100 ഗ്രാമൊന്നുമല്ല, ഞാൻ നന്നായിട്ട് പൊടിച്ച് ചേർക്കും അതിൻ്റെ കൂടെ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ ഒരു പിശുക്കും കാണിക്കാറില്ല. എല്ലാം വേണ്ടതിലും അധികമാണ് നമ്മുടെ ഓയിലിനകത്തുള്ളത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഉദ്ദേശിച്ചതിലും 4 ഇരട്ടി ഗുണങ്ങൾ ആ ഓയിലിനുള്ളത്. പാലുണ്ണി പോകുന്നു, കഴുത്തേലെ കറുപ്പ്, മുഖത്ത് നല്ല, എല്ലാവരും പറയും ആ ഓയിൽ തേച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ മുഖത്ത് നല്ല ഗ്ലോ വരുന്നുണ്ട് ശുഭയെന്ന് എല്ലാവരും പറഞ്ഞ് വീണ്ടും വീണ്ടും വായിക്കുന്നുണ്ടാണ്. എനിക്കതിപ്പം കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി 12 മണി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് ആ പഴയ വിലയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത്. നാളെ മുതൽ 100 രൂപ, കൊറിയർ ചാർജ് ഉൾപ്പെടെ അതിൽ കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും പഴയ പോലെ തന്ന സപ്പോർട്ട് തന്നെ വീണ്ടും തരിക കേട്ടോ. എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഓയിലിൻ്റെ കാര്യം പറയാനായിട്ട്. നമുക്ക് ഇന്നിപ്പം ഫസ്റ്റ് നമ്മൾ ഫേഷ്യലിൻ്റെ ആദ്യം ഉണ്ടല്ലോ, ഇപ്പോൾ അലോവേരയാണ്. ഇതിന് അലോവേര ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ക്യാരറ്റ്, ഒരു അരമുറി ക്യാരറ്റ് എടുത്ത് ജ്യൂസാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ലോ. വൈറ്റമിൻ്റെ കലവറയാണ്, വൈറ്റമിൻ സി കൂടുതലായിട്ടുണ്ട്. അപ്പോൾ റിങ്കിൾസിനെയൊക്കെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു അലോവേര, ഞാനിതിൻ്റെ പൾപ്പ് മാത്രമല്ല എടുത്തേക്കുന്നത്, ഇതിൻ്റെ നമ്മുടെ തോലും കൂടെ കൂട്ടിയാണ് ഞാൻ അരച്ചുകൊണ്ട് വന്നേക്കുന്നത്. ഇത് കണ്ടോ. അപ്പോൾ ഇതിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഫസ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കാവേ. അതായത് ക്ലെൻസ് ചെയ്യുന്നതിന് പകരമായിട്ട് ഞാൻ മുഖം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ എല്ലാം കഴുകി നല്ല വൃത്തിയായിട്ട് മുഖമെല്ലാം കഴുകി ഒക്കെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഫേസ് വാഷ് ഉപയോഗിച്ച് മുഖം കഴുകണ്ട, വെറുതെ തണുത്ത വെള്ളത്തിൽ മുഖം കഴുകിയിട്ട് ഇതിട്ട് ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്യുക. ഞാൻ തേച്ച് കൊടുത്തിട്ട്, അലോവേര എല്ലാവർക്കും അറിയാമല്ലോ കേട്ടോ. അലോവേര എന്നും ഒരു തണ്ടെടുത്ത് മുഖത്തേക്ക് വേണം, നല്ലതാണ് കേട്ടോ. പിന്നെ ഈ അലോവേരയുടെ അകത്തുണ്ടല്ലോ ഒരു തുള്ളി ഉപ്പും കൂടി ഇടുവാണെങ്കിൽ നമ്മുടെ മുഖത്ത്, ചിലരുടെ മുഖത്തൊക്കെ കാണത്തില്ല ഇങ്ങനെ കുരുവൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയ ഒരു വെള്ള കളറുള്ള സാധനമൊക്കെ കുരുവിൻ്റെ അകത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന, എല്ലാവരുടെ മുഖത്തൊന്നും ഇല്ല കേട്ടോ, കുരു വരുന്നവരുടെ മുഖത്ത് അങ്ങനെയൊക്കെ കണ്ടിട്ടില്ലേ. അപ്പം നമ്മൾ അങ്ങനെ കുരുവുള്ളവർ ഈ ഫേഷ്യൽ ചെയ്യുവാണെങ്കിൽ ഒരു നുള്ളുപ്പ് ഇപ്പം നമ്മളെടുത്ത ഈ അലോവേരയ്ക്കകത്തോട്ട് ഇട്ടിട്ട് വേണം. ഞാൻ എടുത്തിട്ടില്ല, എൻ്റെ മുഖത്ത് അങ്ങനെ കുരുവൊന്നും ഇല്ലാത്തതും കൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നുള്ളി ഉപ്പ്, ഇങ്ങനെ കാരയും കുരുവൊക്കെ മുഖത്തുള്ളവർ അങ്ങനെയും കൂടി ഇട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖം നല്ല ക്ലീൻ ആവും. ഉപ്പെന്ന് പറയുമ്പോൾ നല്ല ഒരു അണുനാശിനിയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഉപ്പും കൂടെ അലോവേരയുടെ കൂടെ ഒന്ന് ഇട്ടിട്ട് ക്ലെൻസ് ചെയ്യുകയല്ല, നമ്മളിപ്പോൾ ഒന്ന് ചെറുതായിട്ട് മസാജ് കൊടുക്കുവാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഒരു ഇതായിരിക്കും കേട്ടോ. മുഖത്തിനകത്ത് വെച്ചാൽ കുരുവും കാരയൊക്കെ പോയി അവിടെ എല്ലാം നല്ല ഒന്ന് ക്ലീനാണ്, വൃത്തിയാവാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യണേ. അപ്പം ഇങ്ങനെ അലോവേര ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് നമ്മളെപ്പോഴും ചെയ്യുന്ന മസാജ് ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ രാവിലെ ഓയിലിട്ട് മസാജൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഇതാ വെറുതെ ഇങ്ങനെയൊന്ന്
മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകി കളഞ്ഞിട്ട് വരാം. മുഖം നല്ലപോലെ വാഷ് ചെയ്ത് കേട്ടോ. അലോവേര ഇട്ട് മാത്രം നമ്മളൊന്ന് മസാജ് ചെയ്താലും അലോവേരയുടെ ഗുണം മുഖത്ത് വന്ന് കേട്ടോ. ഇനി ഈ അലോവേരയും കുറച്ചെടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റില്ലേ, ഒരു അരമുറി ക്യാരറ്റ് എടുത്തുള്ളൂ കേട്ടോ. അതും കൂടെ ഇതിനകത്തോട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുക. കണ്ടോ, നല്ലപോലെ മിക്സ് ചെയ്യുക, ക്യാരറ്റും അലോവേരയും കൂടെ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ ഈ ചെയ്യുന്ന പോലൊക്കെ നിങ്ങൾ എന്നും ചെയ്ത് നോക്കിക്കേ, അപ്പോൾ കാണാം എങ്ങനെ ഇരിക്കുമെന്ന്. ക്യാരറ്റും അലോവേരയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്തേക്ക് തേച്ച് കൊടുക്കണം. കരയും കുരുവും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ, ഒരു കുഴപ്പവുമില്ല. ഇതിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഇനി കഴുകിക്കളയാവൂ. ക്യാരറ്റിൻ്റെ ഒരു ഗുണവും അലോവേരയുടെ ഗുണവും രണ്ടും കൂടി ആകുമ്പോൾ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അപ്പം എല്ലാവരും ഇട്ട് നോക്കണേ. കണ്ണിൻ്റെ പുറത്തും ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ക്യാരറ്റല്ലേ, അതുകൊണ്ട് നമുക്ക് ക്യാരറ്റും അലോവേര ആയതുകൊണ്ട് കണ്ണിൻ്റെ സൈഡിലോട്ടും കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. മൂക്കിൻ്റെ സൈഡിലത്തെ ഈ കറുപ്പ് പോലെ വരുന്നവർക്ക് ഒക്കെ കഴിഞ്ഞിട്ട് തുടച്ച് മാറ്റാം. ഞങ്ങളുടെ ജെൻസിന് ഇടാവുന്ന ഞാൻ കാണിച്ചു തരുവാ കേട്ടോ. നമ്മുടെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ, അലോവേരയും ക്യാരറ്റും അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്ന ഒരു മുഖമെല്ലാം നല്ലപോലെ കഴുകുക, എങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യാം. ഇത് കണ്ടോ, ആദ്യം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനൊരു എന്തോ ഒരു ഫേഷ്യൽ ചെയ്യുന്ന കണ്ണുറക്കല്ലേ, ഫേഷ്യൽ ചെയ്യുന്ന ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പം അതുമൊക്കെ ചെയ്ത് ഇപ്പം മുൻപിലത്തെക്കാട്ടിലും മുഖത്തിന് കളർ വന്നുണ്ടോ? നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്കിന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൻ്റെതായ ഫലം നമുക്ക് കിട്ടും. ഒന്നും ചെയ്യാതെ നമ്മുടെ സ്കിന്നിനെ വിടുവാണെങ്കിൽ അതുപോലെ ഇരിക്കും സ്കിന്നെ. ഇതിപ്പം ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ അന്ന് പിന്നെ നമ്മുടെ ഓയിൽ എന്നും തേക്കും കേട്ടോ, അതിലേയും കൂടെ ഒരു മാറ്റമുണ്ട് മുഖത്ത്. അല്ലാതെ ഈ ഒരു പാകം മുഴുവൻ ടാനടിച്ചും ഇവിടെയൊക്കെ ഒത്തിരിയും കരിവാളിപ്പുണ്ടായിരുന്നു നെറ്റിയിലൊക്കെ, അതൊക്കെ ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. ഈ മുഖത്ത് തന്നെ ഓയിൽ നല്ലൊരു മാറ്റം കാണുന്നുണ്ട്. നല്ലൊരു മാറ്റം കാണുന്നുണ്ടെന്നല്ല, നല്ല മാറ്റമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിരുന്നു. ഇപ്പം കണ്ടോ, നല്ല കഴിഞ്ഞ ദിവസത്തെ ആ ഫേഷ്യലും പിന്നെ ഇടയ്ക്ക് ഞാൻ ചെയ്യുന്നതൊക്കെ പായ്ക്കൊക്കെ ഇങ്ങനെ മുഖത്തിടുന്നത് പെട്ടെന്നൊന്നും ഏക്കുകയില്ലാത്ത മുഖമാകട്ടോ. ഇങ്ങനെ ഒന്നും ചെയ്യാതെയൊക്കെ ഇങ്ങനെ ഒരു ഇപ്പം കുറേ ദിവസം ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഒന്നും ചെയ്ത് ഇപ്പോൾ ഓയിലൊക്കെ കൊണ്ടുപോകും പോകുന്ന സ്ഥലത്തൊക്കെ. ഇപ്പം മുഖത്ത് സ്കിന്നിന് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഇപ്പം ഞാൻ എൻ്റെ മുഖത്തിട്ടേക്കും കേട്ടോ. ഒത്തിരി സമയം ആകാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ഒക്കെ ആകാറാകുമ്പോൾ നിങ്ങൾ ആരും സംസാരിക്കരുതേ മുഖവേ. ഇനി ഈ മുഖം കഴുകിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പായ്ക്കിടാം. ഇനി ക്യാരറ്റും ചെയ്തേ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു കൂടുതൽ ശക്തി ആക്കണം. ആ ക്യാരറ്റ് കണ്ണിലൂടെ നമ്മുടെ ക്യാരറ്റ് വളരെ ആയതുകൊണ്ട് കണ്ണിൽ നമുക്ക് ഇടുക. ശക്തിയായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഉണങ്ങി നിങ്ങളെ കാണിച്ചിട്ട് വീഡിയോ എടുത്തോണേ. അല്ലെങ്കിൽ ഒത്തിരി സമയം 8 മണിയായി, 12 സമയമുണ്ട്. ഞാൻ എൻ്റെ കുറച്ചുകൂടെ കാണിച്ചിട്ട്. അപ്പോൾ എൻ്റെ മുഖത്തെ പായ്ക്ക് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ജെൻസിനും ലേഡീസിനും ഒരുപോലെ ഇടാവുന്ന ഒരു ഫേഷ്യൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം 4 പ്രോസസ്സിങ്ങും വന്നിട്ടില്ലല്ലോ. അപ്പോൾ 4 പ്രോസസ്സിങ്ങും കൂടെ വരുന്നതിൻ്റെയും കൂടെ ഗുണം ഉള്ള ഒരു കാര്യമാണ്. ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഒന്ന് ക്ലെൻസ് ചെയ്യുന്ന പോലെ ഒന്ന് മസാജ് ചെയ്തു. പിന്നെ ക്യാരറ്റും അലോവേരയും കൂടെ ഉള്ള
അത് നമ്മുടെ മുഖത്ത് 20 മിനിറ്റ് നമ്മൾ ഇട്ട് കൊടുത്തു. നല്ലപോലെ അലോവേര കുത്തിച്ചാരി വെച്ച് അരമണിക്കൂർ കഴിഞ്ഞ് അതിൻ്റെ ആ മഞ്ഞദ്രാവകം മുഴുവൻ പോയില്ലെങ്കിൽ മുഖത്ത് ചൊറിച്ചിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അലോവേര എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ തീർന്നു. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഓയിലിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ കാണിച്ചു തരാം. വൈകിട്ട് 5:30 കൊറിയറിൽ കുറേ ഓയിൽ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഇത് ആവശ്യത്തിനെല്ലാ ഓയിലും ഉണ്ട് ഇവിടെ. ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ കിട്ടിയിരിക്കും കേട്ടോ. ആരും ഇങ്ങനെ കിട്ടിയില്ല എന്നോർത്ത് വിഷമിക്കേണ്ട, ഉടനെ തന്നെ കിട്ടിയിരിക്കും. അപ്പോൾ ഇന്ന് 12 മണി രാത്രി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് നമ്മുടെ പഴയ വിലയിൽ തന്നെ ₹6 തന്നെ കിട്ടും. അപ്പോൾ നാളെ മുതൽ 100 രൂപ നമ്മുടെ ഓയിലിന് കൂടുതലാണ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസിനും വില കൂടി, തേങ്ങയ്ക്ക്, വെളിച്ചെണ്ണയ്ക്ക്, അങ്ങനെ ഓയിലിനെല്ലാം നല്ല വില ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ 100 രൂപ കൂട്ടിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നിടം വരേക്കും ബൈ.